ഈ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ വ്യാവസായിക മുന്നേറ്റം നടത്തിയ സംസ്ഥാനങ്ങളിലൊന്നായിരുന്നു കേരളം. കഴിഞ്ഞ ഒരു ദശകത്തിൽ നമ്മൾ കണ്ട ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് കേരള സമൂഹം സംരംഭകത്വത്തിനെ വീണ്ടും അക്സെപ്റ്റ് ചെയ്തത്. നമ്മളെ വീണ്ടും എന്ന് ഞാൻ പറയാൻ കാര്യം, ഈ പ്രവാസികളുടെ ഈ ഒരു റോളിനെ എൻഹാൻസ് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്തൊക്കെ പദ്ധതികളാണുള്ളത്? ഞങ്ങൾ ഇപ്പോൾ അതിലൊറ്റ പ്രോഗ്രാം മാത്രമാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. പക്ഷേ പ്രവാസി ക്ഷേമത്തിനായി പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത് നോർക്കയാണ്. അപ്പോൾ നോർക്ക ചെയ്യുന്ന ചില കാര്യങ്ങളോട് ഞാനിവിടെ പറയാം. നമ്മൾ അന്ന് സംസാരിച്ചത്, അതായത് ഓക്സിലറി ഗ്രൂപ്പിൽ സംസാരിച്ചതും, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് എൻ്റർപ്രണർഷിപ്പ് ഓൺലി, ഇറ്റ് ഈസ് അബൌട്ട് ദ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. അതായത് കേരളത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ നമ്മുടെ ഗ്രാൻഡുകൾ കുറച്ചുകൂടി കൂടുതൽ ഗ്രാൻഡുകൾ കൊടുക്കുന്നുണ്ട്. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് സജഷൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുടുംബം ഒരു സ്ത്രീ സംരംഭകയെ തരികയാണെങ്കിൽ ആ കുടുംബത്തിന് അല്പം പൈസ കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ആഗോള ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരള സ്റ്റാർട്ടപ്പ് മിഷനെ നയിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ സിഇഒ ശ്രീ അനൂപ് അംബിക സാറാണ് ഇന്ന് നെക്സ്റ്റ് ഇൻ കേരള ഡയലോഗ്സിൽ നമ്മളോടൊപ്പം ഉള്ളത്. സർ, സ്വാഗതം. താങ്ക് യു, താങ്ക്സ് ഫോർ ഹാവിംഗ് മീ. സർ, വളരെ തിരക്കുള്ള സമയമാണെന്നറിയാം. യു ആർ വർക്കിംഗ് ഓൺ ഹഡിൽ ഗ്ലോബൽ. എന്തൊക്കെയാണ് ഹഡിൽ ഗ്ലോബലിന്റെ ഒരുക്കങ്ങൾ? ഹഡിൽ ഗ്ലോബൽ എന്താണെന്ന് ആദ്യം ഒന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ആക്ച്വലി എല്ലാ വർഷവും കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് 7ാമത്തെ എഡിഷനാണ് ഹഡിൽ ഗ്ലോബൽ. നമ്മൾ ഒരു വർഷം ഒരുപാട് ആക്ടിവിറ്റീസ് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമായിട്ട് ചെയ്യാറുണ്ട്. പ്രധാനമായിട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ആക്ടിവിറ്റീസ് 4 സെക്ടേഴ്സിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിലൊന്ന് ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ പശ്ചാത്തല സൗകര്യ വികസനം, ഇൻവെസ്റ്റ്മെൻറ്റ്, മൂലധനം, ഗ്രാൻറ്റുകൾ, ലോണുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ബിസിനസ് ഡെവലപ്മെൻറ്റ്, 4 മെൻറ്റർഷിപ്പ്, അതായത് കുട്ടികൾക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക. അപ്പോൾ ഈ 4 മേഖലകളായിട്ട് നമ്മൾ ഒരു വർഷം നടത്തുന്ന എല്ലാ ആക്ടിവിറ്റികളും കൂടി ഒരുമിച്ച് കൊണ്ടുവരികയും അതിൻ്റെ ഒരു കൾമിനേഷൻ എന്ന പോലെ അതൊരു തരം ഫെസ്റ്റിവൽ പോലെയാണ്. ഒരു ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ എന്നാണ് ഞങ്ങൾ അതിനെ വിളിക്കുന്നത്. ഇപ്പോൾ 2-3 ദിവസം ഈ ആൾക്കാരെല്ലാം ഒരുമിച്ച് കടപ്പുറത്ത് ഒത്തുകൂടുകയും അവിടെ കൂടുതൽ മീനിങ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് നടക്കുകയും നമ്മൾ നേടിയ പരിചയങ്ങൾ വീണ്ടും പുതുക്കിയെടുക്കുകയും അതിനെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു എനർജി കിട്ടുന്ന ഒരു 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 ഫെസ്റ്റിവലായിട്ടാണ് ഞങ്ങളെപ്പോഴും ഹഡിലിനെ പൊസിഷൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ അതൊരു ഫോർമൽ ഫെസ്റ്റിവൽ അല്ല. സാധാരണ നമ്മൾ കാണുന്ന ഒരു വളരെ റിജിഡായിട്ടുള്ള പാനൽ ഡിസ്കഷൻസ് എന്ന് മാറ്റി കുറച്ചുകൂടെ ഇൻഫോർമലായിട്ടുള്ള ഒരു കൂട്ടം, ഒരാൾക്കൂട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് ഹഡിലിനെ വിളിക്കാം. ഡിസംബർ 11, 12, 13 ദിവസങ്ങൾ ഈ 2025 ഹഡിൽ ഗ്ലോബലിൻ്റെ 7ാമത്തെ എഡിഷൻ നടക്കുന്നത്. ഇത്തവണയും നമ്മളെല്ലാ ആൾക്കാരും നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് നമ്മുടെ 10th ആനിവേഴ്സറിയാണ്. 2015 സ്റ്റാർട്ടപ്പ് മിഷൻ അതിൻ്റെ ഒറിജിനൽ ഫോം ആൻഡ് ഷേപ്പിൽ വന്നത്. അപ്പോൾ ഇപ്പോൾ 10ാമത്തെ വർഷം കൂടി ആയതുകൊണ്ട് ഇതുവരെ ഈ എക്കോസിസ്റ്റത്തിൽ കൂടെ കടന്നുപോയ എല്ലാ ആൾക്കാരും ഈ 7th എഡിഷൻ ഓഫ് ഹഡിൽ ഗ്ലോബൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതൊരു വലിയ മഹാമേളയായി മാറുമെന്നാണ് നമ്മുടെ ഒരാഗ്രഹം. ഉറപ്പായിട്ടും. അപ്പം അഫോർഡബിൾ ടാലന്റ് എന്ന് പറയുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിൽ വെൻ യു ആർ ലുക്കിംഗ് ടു സെയിങ് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഓൾസോ ഇസ് ഗ്രോയിങ്, Correct. അതിൻ്റെ ആ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് വെൻ യു ആർ ലുക്കിംഗ് ഇൻ ടു ഹൗ യു ആർ ലുക്കിംഗ് അപ് ടു ദാറ്റ്? അല്ലേ, അഫോർഡബിൾ ടാലൻറ്റിനെ കുറിച്ച് 2 സൈഡ് നമ്മൾ പറയാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, അതുകൊണ്ട് അഫോർഡബിൾ ടാലൻറ്റ് കേരളത്തിൽ ഒരുപാട് കിട്ടുന്നു എന്നുള്ളൊരു വിമർശനം അതിനെപ്പറ്റിയുണ്ട്. പക്ഷേ ഓൺ ദി അതർ സൈഡ്, ദ പോസിറ്റീവ് സൈഡ് ഐ വുഡ് ലൈക്ക് ടു ലുക്ക് അറ്റ് ഇസ്, നമുക്ക് ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ട്. ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ആദ്യ കാലഘട്ടങ്ങളിൽ അവർക്ക് ഒരിക്കലും മൂലധനം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനൊരു ഐഡിയ ആയിട്ട് തന്നു കഴിഞ്ഞാൽ ആരും അങ്ങനെ പെട്ടെന്ന് ഒരു ചെക്ക് എഴുതി തരത്തൊന്നുമില്ല. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ആദ്യത്തെ ഒരു ഗ്രാൻഡ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കിട്ടുന്ന പൈസ അത് 5 ലക്ഷം ആയിക്കോട്ടെ, 1 ലക്ഷം ആയിക്കോട്ടെ, 2 ലക്ഷം ആയിക്കോട്ടെ, അതിനകത്ത് നിന്നുകൊണ്ട് നമുക്കൊരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ ഏറ്റവും പറ്റിയ സ്ഥലങ്ങളിലൊന്നായിട്ട് കേരളം മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. യെസ്, വലിയ ഇപ്പം ബാംഗ്ലൂർ പോലെ 2.5 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്ന സ്റ്റാർട്ടപ്പുകളായിരിക്കില്ല കേരളത്തിലുള്ളത്. പക്ഷേ കേരളത്തിൽ ആ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലുതാവും തോറും നമുക്ക് കൂടുതൽ ശമ്പളം കൊടുക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് മാറി വരാനും പറ്റും. അപ്പോൾ നമുക്കൊരു ആശയം ഉണ്ടെങ്കിൽ ആ ആശയത്തെ ഉൽപ്പന്നമാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഒരു മിനിമം വയബിൾ പ്രോട്ടോടൈപ്പ് ആക്കി മാറ്റാൻ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് കേരളം എന്ന് പറയുന്നത്. ഇനി നേരത്തെ ഷാന ചോദിച്ച ആ ഒരു ഇവിടുന്ന് എന്തുകൊണ്ട് സ്കെയിലിംഗ് അപ്പ് എത്രത്തോളം നടക്കുന്നു, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ ഒരു
10-20 വർഷം ഇപ്പം ഞാൻ എൻ്റെ കാര്യം എടുക്കുകയാണ്. ഞാൻ 74 പോകണം, എനിക്കിപ്പോൾ 50 വയസ്സായി. അപ്പോൾ കഴിഞ്ഞ 50 വർഷത്തിൽ ഞാൻ കാണുന്ന ഒരു കേരളം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ സംരംഭകത്വത്തിന് എത്രത്തോളം അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മളൊന്ന് കണക്കാക്കണം. യു മസ്റ്റ് ബി ഇൻ യുവർ 20s. അപ്പോൾ കഴിഞ്ഞ 20 വർഷത്തിൽ ഷാന കാണുന്ന ഒരു കേരളമുണ്ട്. ഹൗ എൻ്റർപ്രണർഷിപ്പ് ഹാസ് ബീൻ അക്സെപ്റ്റഡ്. അതിന് മുമ്പുള്ള ഒരു കേരളമുണ്ട്. അത് ഞാൻ ഒക്കെ കമ്പനി തുടങ്ങുന്ന ഒരു സമയത്ത് എങ്ങനെയായിരുന്നു അതിനെ ആൾക്കാർ നോക്കിക്കണ്ടത്. ആ സാമൂഹ്യ മാറ്റം ആദ്യം ഉണ്ടാവേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു ദശകത്തിൽ നമ്മൾ കണ്ട ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് കേരള സമൂഹം സംരംഭകത്വത്തിനെ വീണ്ടും അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. നമ്മൾ വീണ്ടും എന്ന് ഞാൻ പറയാൻ കാര്യം, ഈ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ വ്യാവസായിക മുന്നേറ്റം നടത്തിയ സംസ്ഥാനങ്ങളൊന്നായിരുന്നു കേരളം. നമ്മളിപ്പോൾ കളമശ്ശേരി പോയി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യു സീ ദ റെമിനൻസ് ഓഫ് ദാറ്റ്. ഒരുപാട് കമ്പനികൾ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തു. ആലപ്പുഴയിൽ സ്റ്റാർട്ട് ചെയ്തു, തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്തു, കളമശ്ശേരിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഈവൻ പാലക്കാട് യൂസ് ടു ബി എ ബിഗ് ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ. പക്ഷേ അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ഇറ്റ് കൈൻഡ് ഓഫ് സ്റ്റാഗ്നേറ്റഡ്. അത് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ ബോധവാന്മാരായി. നമ്മൾ ചൂഷണം ചെയ്യപ്പെടേണ്ടവരല്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ചില ഫ്രിക്ഷനുകളുടെ ഭാഗമായിട്ടായിരിക്കണം ഇത് സ്റ്റാഗ്നേറ്റഡ് ആയത്. അതായത് ഞാൻ പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലെയുള്ള ഒരു ചൂഷണം കേരളത്തിൽ വർക്ക് ഫോഴ്സിൻ്റെ അടുത്ത് നടത്താൻ ബുദ്ധിമുട്ടായി മാറി. അത് വർക്ക് ഫോഴ്സ് കുറച്ചുകൂടി അവെയർ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ലോകമെമ്പാടും ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറി. അതായത് എൻ്റെ നോളജാണ് എൻ്റെ നമ്മുടെ പണ്ട് പറയുന്ന പോലെ ലാൻഡ് ലേബർ ക്യാപിറ്റൽ. എനിക്ക് വസ്തുവുണ്ടോ, എൻ്റെ കയ്യിൽ പണമുണ്ടോ, എനിക്ക് തൊഴിലാളികളുണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ മുതലാളിയാവുന്നു എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഓരോ ആൾക്കാർക്കും അവനവൻ്റെ മുതലാളിയായി മാറാനുള്ള ഒരു അവസരമാണ് സംരംഭകത്വം വഴി കൈവരുന്നത് എന്നുള്ള ബോധ്യം കേരള സമൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൂടുതൽ കൂടുതൽ പ്രൊഫഷണലുകൾ, കൂടുതൽ കൂടുതൽ ചെറുപ്പക്കാർ ഈ രംഗത്തേക്ക് കടന്നു വരുന്ന ഒരു സാമൂഹ്യ മാറ്റത്തിലാണ് കഴിഞ്ഞ ഒരു ദശകത്തിൽ നമ്മൾ കാഴ്ചക്കാരായി നിൽക്കുന്നത്. ഇന്നിപ്പോൾ അച്ഛനും അമ്മയും മകനൊരു കമ്പനി തുടങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അടച്ചാക്ഷേപിക്കില്ല, അല്ലെങ്കിൽ മകളൊരു കമ്പനി തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അവരെ അടച്ചാക്ഷേപിക്കില്ല. കുറച്ചൊക്കെ ഇപ്പോഴും ഒരു സ്കെപ്റ്റിസിസം ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഓക്കെ, ചിലപ്പോൾ അവനൊരു മൈക്രോസോഫ്റ്റ് പോലെയോ അല്ലെങ്കിൽ ഗൂഗിൾ പോലെയോ ഒക്കെ ആയി മാറിയേക്കാം എന്നുള്ളൊരു ഒരു 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 ആശ അവരുടെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവരത്ര ഹോപ്പ്ലെസ് അല്ല. അപ്പോൾ ആ മാറ്റം കഴിഞ്ഞ ദശകത്തിലുണ്ടായി. ഇനിയും ഉള്ള അടുത്ത ഒരു 10 വർഷത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ പണിത് വെച്ചിരിക്കുന്ന ഈ വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയുടെ ഓരോരോ ഘടകങ്ങളും ആക്ഷനിലേക്ക് മാറുന്നത് നമ്മൾ അടുത്ത 10 വർഷത്തിൽ അറിയും. അതിലെനിക്ക് യാതൊരു സംശയമില്ല. കാരണം നമ്മളുടെ സംസ്ഥാനത്തിനെക്കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് ചെറുപ്പക്കാരായ ആൾക്കാർ ഈ സംസ്ഥാനം വിട്ടുപോകുന്നു. അത് എൻ്റെ കാലഘട്ടം മുതൽ തുടങ്ങിയതാണ്. അതായത് ഞാൻ കോളേജിൽ നിന്ന് പാസ്സായി, എനിക്ക് 21 വയസ്സായപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ബാംഗ്ലൂർ പോകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഗൾഫിൽ പോവുക, അല്ലെങ്കിൽ US പോവുക, അല്ലെങ്കിൽ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് +2 കഴിയുമ്പോൾ തന്നെ പോവുക. ഈ രീതിയിലായിരുന്നു നമ്മളുടെ ഒരു മൈഗ്രേറ്ററി പാറ്റേൺ ഉണ്ട്. പക്ഷേ ആ പാറ്റേൺ ഇപ്പോൾ സ്റ്റാഗ്നേറ്റഡ് ആയി. നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകമെമ്പാടും സങ്കുചിതമായ നാഷണലിസ്റ്റിക് വ്യൂവിലേക്ക് മാറുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മൾ. അമേരിക്കക്കാരൻ അമേരിക്കയിൽ മാത്രം ജോലി ചെയ്യുന്നു, യൂറോപ്പിൽ മാത്രം ജോലി ചെയ്യുന്നു, കാനഡക്കാരൻ കാനഡയിൽ മാത്രം ജോലി ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ കാണുന്നത് വെരി പോസിറ്റീവ്ലി നമ്മളുടെ നല്ല ടാലൻറ്റിനെ നമുക്ക് ഈ സംസ്ഥാനത്ത് തന്നെ നിലനിർത്താൻ കഴിയുമെന്ന്. അതുവഴി നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്സിൻ്റെ മണ്ടയ്ക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ മുന്നേറ്റം വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയിൽ കേരളത്തിന് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ദ സ്കെയിലിംഗ് അപ്പ് വിൽ ഹാപ്പൻ in the next 10 years. We have built everything that is needed to have that scale up happen. ഓക്കെ സാർ, ഇപ്പം പറഞ്ഞ ആ ഒരു ക്വാളിറ്റി ടാലന്റ് എന്ന് പറയുന്നത് ഇവിടെയുണ്ട്, ഒബ്വിയസ്ലി ബിക്കോസ് ഓഫ് കേരളത്തിൻ്റെ ഒരു സോഷ്യോ ഇക്കണോമിക് പൊളിറ്റിക്കൽ ട്രഡീഷൻ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വൈജ്ഞാനിക സമ്പത്തിൽ ഊന്നി നമ്മളുടെ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തു വന്നതിൻ്റെ ഒരു ലെഗസിയിൽ കൂടെ നമ്മൾ ലുക്ക് ത്രൂ ചെയ്യുമ്പോൾ അതിലെ ക്രിട്ടിക്കൽ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻറ്റൻറ്റ് തന്നെയാണ്. അതായത് ഞാനൊരു കമ്പനി തുടങ്ങാൻ എന്നെ പ്രാപ്തനാക്കുക, അല്ലെങ്കിൽ എനിക്ക് വിശ്വാസം ഉണ്ടാകുക, സിസ്റ്റം എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഒരാൾക്കുണ്ടാകുക എന്നുള്ളതാണല്ലോ ഏറ്റവും ആദ്യത്തെ കാര്യം. അല്ലെങ്കിൽ എന്നെ ഒരു ഔട്ട്കാസ്റ്റായിട്ട്, അല്ലെങ്കിൽ ഇവൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് പറഞ്ഞ് അവനെ തള്ളിക്കളയുന്നതിൽ നിന്നും മറ്റുള്ളവരെക്കാട്ടിലും മികച്ച ഒരാളാണ് ഇയാൾ എന്ന് തോന്നുന്ന രീതിയിലേക്ക് സമൂഹത്തിലുണ്ടാകുന്ന ഒരു മാനസികമായ മാറ്റമാണ് ഇതിൽ ആദ്യത്തെ. അതാണ് എക്കോസിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്, ആവാസ വ്യവസ്ഥ.
ആ ആവാസ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൂലധനം, വ്യവസായം, സ്കെയിലപ്പ്, അതായത് എനിക്ക് വലുതാകാനുള്ള സാഹചര്യങ്ങൾ, വലുതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫെയിലിയറിനെ അക്സെപ്റ്റ് ചെയ്യുക, അതായത് ഞാൻ തോറ്റുപോയാലും എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ഇതുണ്ടാകുക. ഇതെല്ലാം ഒരു എക്കോസിസ്റ്റം എനേബിളേഴ്സാണ്, ആവാസ വ്യവസ്ഥയുടെ ഘടകങ്ങളാണ്. അപ്പോൾ ഈ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ആശയമുണ്ട് എന്ന് കരുതുക. അതാണ് പ്രശാന്ത് ചോദിച്ചത്, എനിക്കൊരു ആശയമുണ്ട്, ഞാൻ എങ്ങനെ അതിനെ ഒരു സ്റ്റാർട്ടപ്പ് ആക്കി മാറ്റാം. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റർപ്രനോർഷിപ്പിൻ്റെ ഫ്ലാഷിനെസ്സിൽ വീണ്ടു പോകാതിരിക്കും. അതായത് ഒരു ഷോ ആണെന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ നോക്കി കാണാതിരിക്കുക. ഇതൊരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഞാൻ വലിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന ഒരു സാങ്കേതിക വിദഗ്ധനായി മാറുന്നത് കൊണ്ട് ഒരു എൻ്റർപ്രൈസ് ഫോം ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും ടി വിയിൽ വന്നിരുന്ന് വർത്തമാനം പറയുന്ന ഒരാളായതുകൊണ്ട് ഒരു എൻ്റർപ്രൈസ് ഫോം ചെയ്യുന്നില്ല. ഒരു എൻ്റർപ്രൈസ് ഫോം ചെയ്യുന്നത് നമ്മളുടെ ആശയത്തിനെ മണി അല്ലെങ്കിൽ വെൽത്ത് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സിലാണ്. അപ്പോൾ ആ വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നതായിരിക്കണം ഏതൊരു സംരംഭകൻ്റെയും മനസ്സിൽ ആദ്യമുള്ള ഒരു കാര്യം. നിങ്ങൾ മഹാനായ ഒരു പ്രോഗ്രാമറാണ് എന്നുള്ളത് കൊണ്ട് വെൽത്ത് ക്രിയേറ്റഡ് ആവുന്നില്ല. ആ പ്രോഗ്രാമിംഗ് എന്നുള്ള കഴിവിനെ ഉപയോഗിച്ച് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും ആ പ്രോഡക്റ്റ് ആൾക്കാർ കാശ് തന്ന് വാങ്ങിക്കാൻ തയ്യാറാവുകയും അത് ലോകമെമ്പാടുമുള്ള ആൾക്കാർ അത് വാങ്ങിക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോഴാണ് സ്കെയിലബിൾ എൻ്റർപ്രൈസസ് നമുക്കുണ്ടാകും. So the first step of any entrepreneurial journey is to be mindful about money. നമ്മൾ ചെലവാക്കുന്ന കാശ് എത്ര എന്നുള്ളതിനെക്കുറിച്ച് ഓരോ ഘട്ടത്തിലും നമുക്ക് ബോധ്യമുണ്ടാകണം. ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത്, ഒരു ഇൻവെസ്റ്ററുടെ പൈസ എടുത്തിട്ട് നമ്മളൊരു ബെൻസ് വാങ്ങിച്ച് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ആ പൈസ സൈഫൺ ചെയ്ത് എവിടെയെങ്കിലും കൊണ്ടുപോകുക, ഇങ്ങനെയൊക്കെയുള്ള ചില തെറ്റായ പ്രവണതകൾ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ ഇങ്ങനെ പതുക്കെ വരുന്നുണ്ട് ആസ് ഇറ്റ് പ്രോഗ്രസസ്. അത് പാടില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് എൻ്റർപ്രനേഴ്സ്. എനി മണി ദാറ്റ് യു ഗെറ്റ് ആസ് എ ഗ്രാൻഡ്, അത് തരുന്നത് ഗവൺമെൻറ് ആയിക്കോട്ടെ, അത് തരുന്ന ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റർ ആയിക്കോട്ടെ, ദാറ്റ് മണി ഈസ് ഗോൾഡ്. നമ്മൾ എങ്ങനെ സ്വർണം സൂക്ഷിച്ചു വെക്കുന്നോ അതുപോലെ സൂക്ഷിച്ചു വെക്കുകയും വളരെ അത്യാവശ്യത്തിന് മാത്രം എടുത്ത് ചിലവാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനിഷ്യൽ ക്യാപിറ്റൽ എന്ന്, പ്രാരംഭ മൂലധനം എന്ന് നമ്മൾ വിളിക്കുന്ന സാധനം. ആ ഫ്രുഗാലിറ്റി എപ്പോഴും നമ്മൾ ഒരു ദാരിദ്ര്യപൂർണ്ണമായ ജീവിതം തന്നെ ആയിരിക്കണം ആദ്യകാലങ്ങളിൽ നമ്മൾ നയിക്കേണ്ടത്. അത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് വെരി ഈസി ടു ഗെറ്റ് നമ്മളുടെ ഒരു കാൽപ്പനിക ലോകത്തിലേക്ക് ഞാൻ ഉണ്ടാക്കുന്ന സാധനം ലോകത്തിലെ ഒരു വലിയ സാധനമാണ് എന്ന് സ്വയം വിശ്വസിപ്പിച്ച് കാൽപ്പനികതയുടെ ഒരു ചക്രത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്ന ഒരു പ്രവണത പല എൻ്റർപ്രനേഴ്സിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തു നിന്നുള്ള ഒരു വിമർശനങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളില്ല. ആൾക്കാർ പറയുന്നതെല്ലാം നമ്മളെ തരം താഴ്ത്താനുള്ള കാര്യങ്ങളാണെന്ന് നമ്മൾ സ്വയം ധരിക്കുക. യു ഷുഡ് ബി ഓപ്പൺ ഫോർ ക്രിറ്റിസിസം. അതെല്ലാം എടുക്കണം എന്നല്ല, യു ഡോണ്ട് നീഡ് ടു ടേക്ക് ഓൾ ദി ക്രിറ്റിസിസംസ്. പക്ഷേ മറ്റുള്ളവർക്ക്, ഞാനൊരു ഉൽപ്പന്നമാണ് നിർമ്മിക്കുന്നത്, ആ ഉൽപ്പന്നം വാങ്ങിക്കേണ്ടത് ഷാനയാണ്. സോ ഷാന ഹാസ് ഓൾ ദ റൈറ്റ് ടു ക്രിറ്റിസൈസ്, അല്ലേ? അപ്പോൾ എല്ലാ ക്രിറ്റിസിസങ്ങളെയും അബ്സോർബ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് കൂടി നമുക്കുണ്ടാവണം. അത് ആ വിമർശനങ്ങൾക്കെല്ലാം അതീതമായി അതിലുണ്ടാകുന്ന ഓരോ വിമർശനങ്ങളെയും ഉൾക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തി, വി കോൾ ഇറ്റ് പിവറ്റിംഗ്, മാറ്റങ്ങൾ വരുത്തി നമ്മുടെ ഉൽപ്പന്നത്തിനെ ലോകം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു മൈൻഡ് സെറ്റ് കൂടി നമുക്കുണ്ടാവും. ഇപ്പൊ എനിക്ക് തോന്നുന്നു സാർ പറയുന്നത് മൊത്തം നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പം വി ഷുഡ് ഹാവ് ഇറ്റ് ഹാപ്പിനെസ് കോഷൻ ഇൻ എവറിത്തിങ് വി ബിൽഡ് എന്നുള്ളിടത്താണ് ഇന്റൻറ്റും ഈ പറയുന്ന സ്കെയിലിംഗ് അപ്പും എല്ലാം thoroughly സാർ ഇപ്പൊ പറഞ്ഞതിനകത്ത് വാട്ട് ഐ ഫീൽ ബീങ് എൻ ഓണ്ടർപ്രണർ, ഞാൻ അതിനകത്ത് കണ്ട ഒരു ക്രിറ്റിസിസം ഇസ് ദാറ്റ് വി ആർ നോട്ട് അസ്പയറിംഗ് മച്ച് എന്നുള്ള ഒരു അത് സത്യമാണ്. ഞാൻ എന്നെ കൂടി കൂട്ടിയുള്ള കേരള സമൂഹത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 5000 ഇപ്പോൾ 10,000 അല്ലെങ്കിൽ 50,000 കോടി രൂപ ടേൺ ഓവറുള്ള ഒരു കേരള കമ്പനി ഓക്കെ ഒന്ന് പറയൂ. 50,000 കോടി ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ്. ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ്. അപ്പോൾ അത് എന്തുകൊണ്ടുണ്ടാകുന്നു? നമുക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണ്. ആ ആഗ്രഹത്തിലേക്ക് നമ്മളെ സ്വയം ഉയർത്തുക. അവിടെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, എന്തിനൊന്നുള്ള ചോദ്യം വരും. ഇനി എന്തിനാണ് എനിക്ക് ഈ പൈസ എല്ലാം കൂടെ? ആ പൈസ എന്തിനാണ്? ആ പൈസ നമുക്ക് നല്ല സമൂഹത്തെ സൃഷ്ടിക്കാനാണ്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് യു അക്യുമുലേറ്റിംഗ് ദ വെൽത്ത് ആൻഡ് പാസിംഗ് ഇറ്റ് ഓൺ ടു യുവർ നെക്സ്റ്റ് ജനറേഷൻ. അതിനുവേണ്ടി മാത്രമല്ല നമ്മൾ പണിയെടുക്കുന്നത്. നമ്മൾ സാമൂഹ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കൂടിയാണ് നമ്മൾ ജോലിയെടുക്കുന്നത്. എവ്രിബഡി വാണ്ട്സ് ടു ലീവ് എ ലെഗസി ആൻഡ് യുവർ ലെഗസി ക്യാൻ ബി ക്രിയേറ്റഡ് വിത്ത് ദ വെൽത്ത് ദാറ്റ് യു ക്രിയേറ്റ്. കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ നമ്മൾ ക്ലോസ് ലുക്ക് ചെയ്യുമ്പം സിൻസ് 1950s വി സേ ദാറ്റ് പോസ്റ്റ് ഗൾഫ് ബൂം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പ്രവാസികളുടെ റോള്
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അവരുടെ ഒരു സ്കിൽസും പ്രൊഫഷണലിസവും ഓൾസോ നമുക്കൊരു കോർ റിസോഴ്സ് ആയിട്ടും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ പ്രവാസികളുടെ ഈ ഒരു റോളിനെ എൻഹാൻസ് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്തൊക്കെ പദ്ധതികളാണുള്ളത്? ഞങ്ങൾ ഇപ്പോൾ അതിലൊറ്റ പ്രോഗ്രാം മാത്രമാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. പക്ഷേ പ്രവാസി ക്ഷേമത്തിനായി പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത് നോർക്കയാണ്. അപ്പം നോർക്ക ചെയ്യുന്ന ചില കാര്യങ്ങൾ കൂടി ഞാനിവിടെ പറയാം. സ്റ്റാർട്ടപ്പ് മിഷൻ ചെയ്തിട്ടുള്ളത് സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി സെൻറ്റർ എന്ന് പറയുന്ന ഒരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് ഇൻ പ്രിൻസിപ്പിൾ നമ്മൾ 4 രാജ്യങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്. ബെൽജിയം, US, ദുബായ് ആൻഡ് ജർമ്മനി. ഓക്കെ. പക്ഷേ അതിൽ പ്രവർത്തനക്ഷമമായ സെൻറ്റർ എന്ന് പറയുന്നത് ദുബായിലാണ്. അത് റൈറ്റ്ലി സോ, ബിക്കോസ് ഏറ്റവും കൂടുതൽ മലയാളികൾ പ്രോബ്ലി വർക്ക് ചെയ്യുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് UAE ആയി. Happens to be a corridor. It is a corridor. It's very close to you. And we have a very good partner there. അപ്പോൾ ആ സെൻറ്ററിൽ നമ്മൾ 4 കാര്യങ്ങളാണ് ചെയ്യുന്നത്. 1, നിങ്ങൾക്ക് നാട്ടിലൊരു കമ്പനി തുടങ്ങണം എന്ന് നിങ്ങൾക്കൊരാഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. നിങ്ങൾ അവിടെ ഇരിക്കുകയാണ്. സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി സെൻറ്റർ വിൽ ബിക്കം എ കോറിഡോർ ഫോർ യു ടു സ്റ്റാർട്ട് എ കമ്പനി ഇൻ കേരള. എന്ത് സഹായം വേണം, അതിപ്പോൾ എന്തും ആയിക്കോട്ടെ, സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, ചെറുകിട ഇടത്തരം സംരംഭം ആയിക്കോട്ടെ, നിങ്ങൾക്ക് നാട്ടിലൊരു ഒരു സംരംഭം ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. വി കണക്ട് യു ടു ദ റൈറ്റ് പീപ്പിൾ. 2, നാടിലെ സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദെൻ വി വിൽ ഗിവ് യു. നിങ്ങൾ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്? ചിലർ ഓയിൽ ആൻഡ് ഗ്യാസിലായിരിക്കും, ചിലർ ഫുഡിലായിരിക്കും, ചിലർ കൺസ്ട്രക്ഷനിലായിരിക്കും. അത്തരം മേഖലകളിലുള്ള സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപം നടത്താൻ താല്പര്യമുള്ള പ്രവാസികളെ നമ്മൾ കണ്ടെത്തുകയും അതിന് പറ്റിയ സ്റ്റാർട്ടപ്പുകളെ അവരുമായി കണക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. 3-മത്തേതാണ് കോ ക്രിയേഷൻ എന്ന് പറയുന്നത്. അതായത് പലപ്പോഴും ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് പലതരത്തിലുള്ള ആൾക്കാർ വരുമ്പോൾ. സോ യു ആർ എൻ എഡ്യൂക്കേഷണലിസ്റ്റ്, ഐ എം എ manager, if I may say so, or an administrator. There might be a programmer, an oil and gas professional. We all come together. You just talk to me about how you sit with some CEOs and you have ideas. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഒരു 4-5 ആൾക്കാർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുമ്പോഴാണ് പുതിയ പുതിയ ആശയങ്ങൾ രൂപപ്പെട്ട് വരുന്നത്. ഈ സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി സെൻറ്റർ will become the co-creation centers where the NRI diaspora will come together. They will chat about what they are doing. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ആശയങ്ങൾ വരികയും ആ ആശയങ്ങൾ ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ കമ്പനികളോ ആയി മാറും എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇതെന്ന് പറയുന്നത്. 4-മത്തേതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇവിടെയുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് മറ്റൊരു രാജ്യത്ത് പോയി വർക്ക് ചെയ്യണം, അവർക്ക് അവിടെ ഒരു ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ദീസ് ഇൻഫിനിറ്റി സെൻറ്റേഴ്സ് വിൽ ബിക്കം ദി എപി സെൻറ്റേഴ്സ് വെയർ ദേ കൻ ഗോ ആൻഡ് വർക്ക്. അപ്പോൾ ഇങ്ങനെ 4 ഒബ്ജക്റ്റീവ്സാണ് ഈ സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി സെൻറ്റേഴ്സ് വഴി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് കാണുന്ന ദുബൈയിലുള്ള മലയാളികളോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അവിടെ ഒരു സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി സെൻറ്റർ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിൽ കേരളത്തിൻ്റെ ഒരു സംരംഭ വിപ്ലവത്തിൽ പാർട്ടാവാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഇൻഫിനിറ്റി സെൻറ്ററുമായി ബന്ധപ്പെടുക. വി വിൽ ഡു എവറിത്തിങ് പോസിബിൾ ടു സപ്പോർട്ട് യു. 2-മത്തെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ നോർക്കയുടെ നേതൃത്വത്തിൽ വളരെ വലിയ ഒരു പദ്ധതി, കേരള പ്രവാസി മിഷൻ എന്ന് പറയുന്നൊരു പദ്ധതി. ഇതുവരെ അത് പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷെ അതിൻ്റെ ഡിസ്കഷൻസ് ആർ ഓൺ ഗോയിങ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രവാസി ക്ഷേമം, തിരിച്ചു വരുന്ന പ്രവാസികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു പ്രോഗ്രാം. അവർക്കൊരു കമ്പനി തുടങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് കെയർ എങ്ങനെയാണ്, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ്, ഇങ്ങനെ പല മേഖലകളെയും തൊടുന്ന രീതിയിലുള്ള ഒരു പ്രവാസി മിഷൻ സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് തന്നെ അത് ഫോം ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന്റെ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതൊരു ക്വാണ്ടം ഇസ് ദേർ. സോ അതിന് ഡെഫിനറ്റ്ലി ദർ ആർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചാലഞ്ചസ്. സോ ആ ചാലഞ്ചസിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ടപ്പ് മിഷൻ എത്രത്തോളം എക്യുപ്ഡ് ആണ്? കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിനെ കുറിച്ചുള്ള കേരള സ്റ്റാർട്ടപ്പ് മിഷനെ കുറിച്ചുള്ള ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് ഹൈ വാല്യൂ കമ്പനീസ് കേരളത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല. അതായത് യൂണിക്കോൺസ് എന്ന് നമ്മൾ വിളിക്കുന്ന $1 ബില്യൺ വാല്യുവേഷനുള്ള കമ്പനികൾ, 8,000 കോടിയിൽ പരം വിപണി മൂല്യമുള്ള കമ്പനികൾ എന്തുകൊണ്ട് കേരളത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല? ഞാൻ നേരത്തെ ചോദിച്ചു, 1,000 കോടിയുടെ ഒരു കമ്പനി കേരളത്തിലുണ്ടോ? അതിനുള്ള പ്രധാനമായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ആക്സസ് ടു ക്യാപിറ്റലാണ്. അതായത് നമ്മൾ ബാംഗ്ലൂരോ കാലിഫോർണിയയിലോ പൂനെയിലോ മദ്രാസിലോ പോലും പോയാൽ ട്രഡീഷണൽ വെൽത്തി പീപ്പിൾ, അതായത് നമ്മൾ ഹോട്ടൽ നടത്തിയായിരിക്കാം, കൺസ്ട്രക്ഷൻ നടത്തിയായിരിക്കാം, ജ്വല്ലറി നടത്തിയായിരിക്കാം കാശുണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ദി എമൗണ്ട് ഓഫ് പീപ്പിൾ ഹു റൈറ്റ് എ ചെക്ക് ഫോർ ദി സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഈസ് ലാർജർ ഇൻ ദോസ് സിറ്റീസ്. അതായത് മദ്രാസിലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഹോട്ടൽ മുതലാളി ഒരു സ്റ്റാർട്ടപ്പിലേക്ക് ഒരു ചെക്ക് എഴുതാൻ തയ്യാറാവുന്നു. അത്തരത്തിലുള്ള പല കേസുകളുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാവും. കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഒരു പരിധിവരെ ഒരു പേടിയാണ് നമുക്ക്.
അതായത് എന്താണ് ഈ സ്റ്റാർട്ടപ്പ്, എന്താണ് ഇവിടെ നടക്കുന്നത്, നമുക്കിതൊന്നും മനസ്സിലാവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 100 കോടി നമ്മളുടെ തന്നെ കച്ചവടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് 150 കോടിയാക്കി ഒരു 5 വർഷത്തിൽ മാറ്റാൻ പറ്റും. പിന്നെ ഞാൻ വേറൊരു കാര്യത്തിലേക്ക് റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ട്രഡീഷണൽ ബിസിനസ് ആൾക്കാരുടെ ഇടയിലുണ്ട്. കേരളത്തിൽ ഞാനിപ്പോൾ ജൈടെക്സ് ദുബായ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ ദുബായിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ഒരു മലയാളി എന്നോട് പറഞ്ഞതാണ്, ഒരു സിനിമയിൽ സലീം കുമാർ പറയുന്ന ഒരു ഡയലോഗ് പോലെയാണ്, നിങ്ങൾക്ക് വേണ്ടതും പണമാണ്, ഞങ്ങളുടെ കയ്യിലുള്ളതും പണമാണ്. പക്ഷേ ആ ക്യാപിറ്റൽ, ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ കേരള നീഡ്സ് ക്യാപിറ്റൽ, വി ഹാവ് എ ലോട്ട് ഓഫ് ക്യാപിറ്റൽ, ബട്ട് ടു അൺലോക്ക് ദറ്റ് ക്യാപിറ്റൽ യു നീഡ് ടു ഗീവ് അസ് ട്രസ്റ്റ് വർത്തി ഇൻസ്ട്രുമെൻറ്റ്സ്. അതായത് ഞാൻ ആ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഒരു റിസ്ക് ഉണ്ട്, ഏത് ഇൻവെസ്റ്റ്മെൻറ്റിലും ഒരു റിസ്ക് ഉണ്ട്. പക്ഷേ ആ റിസ്ക് അതൊരു പറ്റിപ്പായി മാറാത്ത രീതിയിൽ ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിനെ നിങ്ങൾ എങ്ങനെ സ്ട്രക്ചർ ചെയ്യുന്നു, അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും കേരള ഡയസ്പൊറയുടെ കയ്യിൽ നിന്ന് ലോകത്ത് നിന്ന് സ്വരൂപിക്കാൻ നമുക്ക് കഴിയും. അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻകൽ പോലെയൊക്കെയുള്ള എക്സാമ്പിൾസ് വി ഹവ് ട്രൈഡ് ഇൻ ദ പാസ്റ്റ്. അതുപോലെയുള്ള കൂടുതൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ട്രസ്റ്റ് വർത്തി ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ കേരളത്തിൻ്റെ തന്നെ വെൽത്ത് അൺലോക്ക് ചെയ്ത് കേരളത്തിൽ വലിയൊരു മുന്നേറ്റം സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയും. കാരണം ആക്സസ് ടു ക്യാപിറ്റലാണ് കേരളം നേരിടുന്ന ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഞാനൊരു ആശയമായിട്ട് വന്നു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ കിട്ടുന്ന ഒരു ചെക്ക് എനിക്ക് കേരളത്തിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ചാലഞ്ചും ജോലിയും. അപ്പോൾ ഞങ്ങളത് പല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ ജില്ലകളും കേന്ദ്രീകരിച്ച് ഒരു ഏഞ്ചൽ നെറ്റ്വർക്ക് തിരുവനന്തപുരത്ത് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ കേരള ഏഞ്ചൽ നെറ്റ്വർക്ക്, ഫിനിക്സ് ഏഞ്ചൽസ് എന്ന് പറയുന്നത് തൃശ്ശൂർ. അപ്പോൾ അങ്ങനെ പല ജില്ലകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ചെക്ക് എഴുതാൻ പറ്റുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദുബൈയിലും നമ്മൾ ഇത്തവണത്തെ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടും സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി സെൻറ്ററിൻ്റെ ഭാഗമായിട്ടും വി ആർ ട്രൈങ് ടു ഡു ഒരു ഫീഡർ ഫണ്ട് എന്ന് പറയുന്നത്, അതായത് ഇവിടെ വളർന്നു വരുന്ന കമ്പനികൾക്ക് സ്കെയിലപ്പ് ചെയ്യാനുള്ള ക്യാപിറ്റൽ നമുക്ക് ഒരു ഫീഡർ ഫണ്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ഇൻസ്ട്രുമെൻറ്റ് സ്ട്രക്ചർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ഹോപ്പ് ഇൻ ഒരു നെക്സ്റ്റ് 6 months or so we should be able to structure these properly. ദാറ്റ്സ് ഗ്രേറ്റ്. സർ, കഴിഞ്ഞ ദിവസം നമ്മൾ വിറ്റ്നസ് ചെയ്ത ഒരു വലിയ ഗ്യാതറിംഗ് ആയിരുന്നു. അതായത് കേരളത്തിലെ കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പുകൾ വനിതാ സംരംഭകരെ പ്രൊമോട്ട് ചെയ്യാനുള്ള അവരുടെ ഒരു സമ്മിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തും നമ്മൾ LFPR, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, ആസ് ഓൾവേസ് വി ഡിസ്കസ്, നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഹയർ എഡ്യൂക്കേഷനിൽ എൻറോൾ ചെയ്യുന്ന സ്ത്രീകളും തൊഴിൽ വർക്ക് ഫോഴ്സിലേക്ക് വരുന്ന സ്ത്രീകളും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഇറ്റ് എക്സിസ്റ്റ് ഓൾവേസ്. അപ്പോൾ ഇതിന് ഇപ്പോൾ നമ്മളൊരു ട്രെൻഡ് നോക്കുമ്പം വുമൺ ഓൺടർപ്രണർ എന്ന് പറയുന്നതിന് ഐ എം നോട്ട് പെർട്ടിക്കുലർലി സപ്പോർട്ടിങ് ഉം. ഒബിയസ്ലി, പക്ഷേ സ്റ്റിൽ അത് പറയേണ്ടി വരുന്നത് ഇതൊരു സ്റ്റിൽ അണ്ടർ മേക്കിംഗ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതെ. അപ്പോൾ അതിനു വേണ്ടി സ്റ്റാർട്ടപ്പ് മിഷൻ പ്രത്യേകമായി എന്തൊക്കെ മിഷനാണ്? അതായത് ഈ അവിടെ നമ്മൾ നമ്പേഴ്സ് ആർ പുവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം കേരളത്തിലെ ചെറുകിട ഇടത്തരം സംരംഭകരുടെ ഇടയിലുള്ള വനിതാ പ്രാതിനിധ്യം വളരെ കൂടുതലാണ്. രാജീവ് മിനിസ്റ്റർ പറഞ്ഞ പോലെ ഏതാണ്ട് 40% ആൾക്കാർ ഈ MSME, പുതിയതായി തുടങ്ങിയ MSMEകളിൽ 40% വനിതകളാണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ സ്റ്റാർട്ടപ്പ് മിഷനിൽ ആ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. അതായത് സാങ്കേതിക വിദ്യാ രംഗത്തുള്ള സംരംഭകത്വം. അപ്പം ഞങ്ങൾക്ക് ഏതാണ്ട് 7300 രജിസ്റ്റേർഡ് സ്റ്റാർട്ടപ്പുകളാണ് കേരളത്തിൽ നിന്നുള്ളത്. അതിൽ അവസാനത്തെ കണക്ക് പ്രകാരം ഏതാണ്ട് 400 കമ്പനികൾ മാത്രമാണ് വിമൻ ഓൺഡ് എൻ്റർപ്രൈസ്. അതായത് 51% അതിൽ കൂടുതലോ, അല്ല 51 കൂടുതൽ ശതമാനം ഓഹരികൾ ഒരു സ്ത്രീ കൈവശം വെക്കുന്ന കമ്പനികളുടെ എണ്ണം ഏതാണ്ട് 400 ചില്ലുവാനും, വിച്ച് ഇസ് വെരി ബാഡ്. കാരണം 10% പോലും നമുക്കില്ല. ഒരു വിമൻ ഷെയർ ഹോൾഡർ എങ്കിലുമുള്ള കമ്പനികളുടെ എണ്ണം തന്നെ 1000 ഉള്ളൂ. ലിറ്റിൽ അബൌട്ട് 10% or 15% or so. അപ്പോൾ അത് വളരെ പുവർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. വി നീഡ് ടു ഇൻക്രീസ് ദാറ്റ് ടു 40 or 50%. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ പല ഫോക്കസ് ഗ്രൂപ്പുകളിലും നമ്മൾ ഈ ചർച്ച നടത്തി. സ്ത്രീകൾ മാത്രമല്ല, നമ്മളിപ്പോൾ പല പരിപാടികൾ നടത്താറുണ്ട്. വി ഗ്രോ വിമൻ ഇൻ ടെക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ നടത്തുന്നിടത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ കമ്പനി തുടങ്ങാൻ വിമുഖത കാട്ടുന്നതെന്ന് ഒരു സ്ത്രീ സദസ്സിനോട് തന്നെ നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് ഇസ് പ്രിവെൻറ്റിംഗ്? അപ്പോൾ അതിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ പലപ്പോഴും സാമൂഹികമായ പ്രഷറുകളാണ് അവരെ അതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇന്നും നമുക്ക് ഒരു ആൺകുട്ടി ഇറങ്ങി നടക്കുന്ന രീതിയിൽ ഇറങ്ങി നടന്ന് ഒരു കച്ചവടം നടത്താനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ല എന്നുള്ള പരാതി പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ത്രീ കൂട്ടായ്മകളിൽ നിന്ന് വരാറുണ്ട്. ഇന്നും എൻ്റെ അച്ഛനോ അമ്മയോ
അല്ലെങ്കിൽ മദർ ഇൻ ലോയോ ഞാൻ ഒരു കമ്പനി തുടങ്ങുമ്പോൾ എൻ്റെ കുട്ടിയെയും കളഞ്ഞിട്ട് കമ്പനി തുടങ്ങാൻ പോയിരിക്കുന്നു എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാവുന്നു എന്നവർ പലപ്പോഴും പരാതി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ സെക്യൂരിറ്റി, രാത്രിയിൽ ഇറങ്ങി നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഇങ്ങനത്തെ ഒരുപാട് സാമൂഹ്യ ഘടകങ്ങളാണ് ഇവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതെന്നാണ് ഈ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസിൽ നിന്ന് വന്നത്. പിന്നെ കുട്ടികളെ നോക്കാനുള്ള ഇപ്പോൾ ക്രഷ് അല്ല അതുപോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ സൗകര്യങ്ങൾ നമ്മുടെ വർക്ക് പ്ലേസുകൾ കൂടുതലായിട്ട് വരേണ്ടതുണ്ട് എന്നുള്ള. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ കാണുന്നത്. അപ്പോൾ ഇതൊരു സാമൂഹ്യ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവേണ്ട കാര്യമാണ്. ഇപ്പം നമ്മൾ അന്ന് സംസാരിച്ചത്, അതായത് ഓക്സിലറി ഗ്രൂപ്പിൽ സംസാരിച്ചതും, ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് എന്റർപ്രണർഷിപ്പ് ഓൺലി, ഇറ്റ് ഈസ് അബൌട്ട് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. അതായത് കേരളത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം 51% സ്ത്രീകളുള്ള കേരളത്തിൽ ഏകദേശം ആ 51%-ൽ 50% ആൾക്കാർ, അല്ലെങ്കിൽ 60% ആൾക്കാർ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുമ്പോഴല്ലേ നമ്മളുടെ ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകും. അപ്പോൾ അവരെ എക്വിപ്പ് ചെയ്ത് കൂടുതൽ കൂടുതൽ പെൺകുട്ടികൾ ജോലി ചെയ്യുകയോ സംരംഭത്വം ചെയ്യുകയോ ചെയ്യിക്കുന്നതിലേക്കുള്ള ഒരു പ്രവർത്തനം ഇപ്പോൾ വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള ഒരു വലിയ പ്രവർത്തനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സൈഡിൽ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞ പോലെ സെൻസിറ്റൈസേഷൻ ആൻഡ് മോട്ടിവേഷനാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കൂടുതൽ കൂടുതൽ സ്ത്രീ കൂട്ടായ്മകൾ സൃഷ്ടിക്കുക, അവർക്ക് കുറച്ചുകൂടി വരുമാനം. ഇപ്പം നമ്മൾ സ്ത്രീ സംരംഭകരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദറാസം ഒരു ക്ലീഷേ സെക്ടേഴ്സ് ഉണ്ട്. അതായത് തുണി, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, പെർഫ്യൂം, ഇങ്ങനെയൊക്കെ ഉള്ള ചില മേഖലകളിലാണ് കൂടുതലായും സ്ത്രീ സംരംഭകർ കാണുന്നത്. അപ്പോൾ സാങ്കേതിക വിദ്യയുടെ മേഖലയിലേക്ക് അവർ പഠിക്കാത്തതുകൊണ്ടല്ല, ദേ ആർ ഓൾ ട്രെയിൻഡ്. പക്ഷെ അതിലേക്ക് ഇറങ്ങാനുള്ളൊരു വിമുഖത നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അത് നമുക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ കോ വർക്കിംഗ് സ്പേസസിലുള്ള റെൻ്റലിൽ നമ്മൾ സ്ത്രീകൾക്കൊരു സബ്സിഡി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്രാൻറ്റുകൾ, കുറച്ചുകൂടി കൂടുതൽ ഗ്രാൻറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് സജഷൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുടുംബം ഒരു സ്ത്രീ സംരംഭകയെ തരികയാണെങ്കിൽ ആ കുടുംബത്തിന് അല്പം പൈസ ഒരു ഗ്രാൻഡായും കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള സജഷൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും. നമ്മൾ ഇതുവരെ വി ഗീവ് എൻഹാൻസ് ഗ്രാൻസ്, വി ഗീവ് സബ്സിഡീസ് ഇൻ അവർ കോ വർക്കിംഗ് സ്പേസസ്, വി ഓൾസോ ഗീവ് സീഡ് ലോൺസ് ടു സപ്പോർട്ട് ദ വിമൻ ഓൺടർപ്രണേഴ്സ്. ഇതാണ് ചെയ്യുന്നത്. ഐ മൈ ഇന്ററപ്റ്റ്, ലൈക്ക് സീഡ് ലോൺസ് കൊടുക്കുന്നു, പൈസ കൊടുക്കാം എന്ന് പറയുമ്പോഴും ഐ ഡോണ്ട് തിങ്ക് ഈ സാർ പറഞ്ഞതിനകത്ത് അണ്ടർലൈസ് വിത്ത് കൾച്ചറൽ ഷിഫ്റ്റ് ആണ് അതിനകത്ത് ആണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഓൺടർപ്രണർഷിപ്പ്, ഒബ്വിയസ്ലി സ്റ്റാർട്ട് വിത്ത് ലേബർ ഫോഴ്സ് എന്നുള്ളത് തന്നെയാണ്. ഇതൊരു സ്റ്റാർട്ടപ്പിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ വരുന്ന ഒരു യൂണിവേഴ്സൽ ക്വസ്റ്റ്യൻ ആണ് ദ സക്സസ് റേറ്റ് ഓഫ് സ്റ്റാർട്ടപ്സ്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് കമ്പയറിംഗ് ടു ദ ഫെയിലിയർ, അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്കറിയാം. സോ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ CEO എന്നതിലുപരി ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്തതിൻ്റെ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസസ് വെച്ചിട്ട് ഹൗ ഡു യു ലുക്ക് ടു ദാറ്റ്? അത് ഡിപ്പെൻസ് ഓൺ വാട്ട് സക്സസ് അല്ലേ. നമ്മൾ എപ്പോഴും സ്റ്റാർട്ടപ്പിൻ്റെ സക്സസ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു വലിയ കമ്പനി ക്രിയേറ്റ് ചെയ്യപ്പെട്ടോ ഇതിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് നമ്മുടെ സക്സസ് റേറ്റ്. ഒരുപാട് വെൽത്ത് ക്രിയേറ്റ് ചെയ്തോ, ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുത്തോ, ഇതൊക്കെയാണ് നമ്മുടെ സക്സസ് റേറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വേൾഡ് വൈഡ് സ്റ്റാറ്റിസ്റ്റിക്, അത് വേൾഡ് വൈഡാണ്, കേരളത്തിൽ മാത്രമുള്ള പ്രതിഭാസമൊന്നുമല്ല. 100 കമ്പനികൾ തുടങ്ങുമ്പോൾ 10 കമ്പനികൾ നിലനിൽക്കുകയും ഒരെണ്ണം വലിയ കമ്പനിയായി മാറുകയും ചെയ്യും എന്നുള്ളതാണ് വേൾഡ് വൈഡ് ആയിട്ടുള്ള സ്റ്റാറ്റ്. സോ എവ്രി സ്റ്റെപ്പ് ഓഫ് ദ വേ 10% ഗെറ്റ് ഡ്രോപ്പ് ഡൗൺ. ഓക്കെ, സോറി 90% ഗെറ്റ് ഡ്രോപ്പ് ഡൗൺ ആൻഡ് 10% ബിക്കം സക്സസ്ഫുൾ. അപ്പം പക്ഷേ ഇതിൻ്റെ ഇൻടാഞ്ചിബിൾ ബെനിഫിറ്റ്സ് നമ്മൾ കണ്ടില്ല എന്നടിക്കും പലപ്പോൾ. അതായത് ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ ഞാനൊരു ജോലിക്ക് പോകുന്നതിനേക്കാൾ എന്ത് ഗുണമാണ് എനിക്കുണ്ടാകുന്നത് ആസ് എൻ ഇൻഡിവിജ്വൽ, റൈറ്റ്? I create a lot of network. My public networking skills, speaking skills tremendously improve. എങ്ങനെ കാശ് റേസ് ചെയ്യണം, എങ്ങനെ കാശ് ചിലവാക്കണം, എങ്ങനെ കാശ് മാനേജ് ചെയ്യണം എന്ന് നമ്മൾ സ്കൂൾ തലത്തിൽ അല്ലെങ്കിൽ കോളേജ് തലത്തിൽ ഒരിക്കലും പഠിക്കാത്ത, ഇപ്പോഴും എനിക്ക് ഭയങ്കരമായ ഒരു റിസർവേഷനുള്ള ഒരു കാര്യമാണ്. ദർ ഇസ് നോ ഫൈനാൻഷ്യൽ ലിറ്ററസി ദാറ്റ് ഇസ് ഗിവൺ ഫോർ കിഡ്സ്. 100 രൂപ കിട്ടിയാൽ നിങ്ങൾ അത് എങ്ങനെയാണ് ചിലവാക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഒരു കോളേജിലും എക്കണോമിക്സുകാർ പഠിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അല്ലാതെ ഞങ്ങളാരും പഠിച്ചിട്ടില്ല. അപ്പോൾ അത് പഠിക്കുന്നു, മണി മാനേജ്മെൻറ്റ് പഠിക്കുന്നു, പീപ്പിൾ മാനേജ്മെൻറ്റ് പഠിക്കുന്നു, നെറ്റ്വർക്കിംഗ് പഠിക്കുന്നു, പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് പഠിക്കുന്നു, ഒരുപാട് ആൾക്കാരുമായി നമ്മൾ പരിചയപ്പെടുന്നു. ചിലപ്പോൾ ഇതിൻ്റെ ഭാഗമായി മറ്റ് രാജ്യങ്ങളോ മറ്റ് സംസ്ഥാനങ്ങളോ മറ്റ് കമ്പനികളോ സന്ദർശിക്കുന്നു. ഇതെല്ലാം ഒരു വ്യക്തിയിൽ കൊണ്ടുവരുന്ന ഒരു വലിയ മാറ്റമുണ്ട്. അതൊരു ഇൻടാഞ്ചിബിൾ ബെനിഫിറ്റ് ഓഫ് ബീയിങ് എൻ ഓൺടർപ്രണർ ആണ്. ഇത്
പക്ഷേ ഒരു പ്രശ്നത്തിലേക്ക് പോവാം. കാരണം നമ്മളൊരു കടക്കെണിയിലേക്ക് വീഴാനും നമ്മളൊരു സംരംഭം തുടങ്ങിയാൽ സംഭാവ്യമാണ്. അവിടെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്, വൈകാരികമായി നിങ്ങൾ നിങ്ങളുടെ കമ്പനിയുമായി അടുപ്പത്തിലാവുക. കമ്പനി ഈസ് നോട്ട് യുവർ വൈഫ്. ഓക്കെ, you need not be emotionally attached to your company. If you feel that the company is doing well, എവിടെയെങ്കിലും ഒരു നമ്മുടെ കൈവിട്ടു പോകുന്ന രീതിയിലേക്കുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ അതിനെ കൈവിട്ട് കളയാനുള്ള മനസ്സുകൂടി നമുക്ക് ഉണ്ടാവണം. പക്ഷെ ആ മനസ്സ് നമുക്കുണ്ടെങ്കിൽ, ഇഫ് യു നോ വെൻ ടു സ്റ്റോപ്പ് ഇഫ് യു ആർ ഇൻ ട്രബിൾ, then the intangible benefits that will come out of being an entrepreneur will make you the most valuable employee for another company. So what is success? Is success making you a better person, or is it success is making money? If success is making you a better person, then entrepreneurship is a great career to look at. But be sensible about it. അത് മാത്രമാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. കേരളത്തിലെ സ്റ്റാറ്റിസ്റ്റിക് കൂടെ പറയാം ഞാൻ. അതായത് ഈ നേരത്തെ 10%, 100, 10, 1 എന്നല്ല ഞാൻ പറയാം. കേരളത്തിൽ അത് 100, 30, 10 നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. അത് 30% കമ്പനികൾ they are living, they are sustained. 10% of the companies becomes sustainable businesses with reasonable revenues. ഇതാണ് നമ്മളുടെ 7300 കമ്പനികൾ ഉണ്ടെങ്കിൽ ഏതാണ്ട് 2000-ഓളം കമ്പനികൾ ഏർലി റവന്യൂ ഉണ്ടാക്കുന്ന ഒരു സസ്റ്റെയിൻ ചെയ്യപ്പെടുന്ന ബിസിനസ്സുകളാണ്. അതിൽ തന്നെ ഒരു 700-ഓളം കമ്പനികൾ നല്ല കമ്പനികളായി മാറാനുള്ള സാധ്യതകളുണ്ട്. ഇതാണ് നമ്മളുടെ ഒരു സ്റ്റാറ്റസ്. ഓക്കെ. ഇപ്പം നമ്മൾ യൂഷ്വലി ക്യാമ്പസിലൊക്കെ പോകുമ്പം ഓൺ പാർട്ട് ഓഫ് ഇപ്പം എഡ്യൂക്കേഷൻ ആകുമ്പോൾ ഐ ഗോ ടു മീറ്റ് ലോട്ട് ഓഫ് യൂത്ത്. അപ്പോൾ ഇവർ എല്ലാവരുടെ കയ്യിലും ഐഡിയാസ് ഉണ്ട്. ആൻഡ് പ്രിഫറബ്ലി വാട്ട് ഐ ഹാവ് സീൻ എ ട്രെൻഡ് ഇസ് ദാറ്റ് നോ വൺ വോണ്ട് ടു വർക്ക് 9 to 5 എന്നുള്ളത്. ഐ ഡോണ്ട് നോ, ഇറ്റ്സ് ലൈക്ക് 9 to 5 എന്തോ ഒരു സ്റ്റിഗ്മ പോലെയൊക്കെ ആയിട്ട് കുട്ടികൾ തിങ്ക് ചെയ്ത് തുടങ്ങി. ഇറ്റ്സ് നോട്ട് വി നീഡ് ടു ബിൽഡ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയല്ലോ ഈ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിനേക്കുള്ള ഒരു ഓൾട്ടർനേറ്റീവ് പാത്ത്. സോ അങ്ങനെയുള്ള ആൾക്കാരെ കയ്യിൽ നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, എല്ലാവരുടെ കയ്യിലും ഐഡിയ ആണ്. എവ്രി വൺ ഗോട്ട് ഐഡിയ. സോ ഒരു ഡിസിപ്ലിൻ ആയിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുക്കുക എന്ന് പറയില്ലേ, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. സോ മേ ബി ഇതിപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഐഡിയാസ് ഉണ്ട്, ഐ വോണ്ട് ടു ഡു സംതിങ്. ഇപ്പം സ്റ്റാർട്ടപ്പ്, പിന്നെ അതിന് നമ്മളിപ്പം പറയുന്ന പോലെ നമ്മളിപ്പം ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്, സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന വേർഡ് തന്നെ കേരളത്തിലെ ആൾക്കാർ വളരെ ഈസിലി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് ക്യാമ്പസുകളിലായാലും വീടുകളിലായാലും എവറിവെയർ ഇറ്റ്സ് ഗോ ടു ഗോ നൗ. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഇഫ് സംവൺ വിത്ത് എൻ ഐഡിയ ഇസ് ലിസണിങ് ടു യു റൈറ്റ് നൗ, എന്താണ് സാറിന് കൊടുക്കാനുള്ള ഒരു ഗോൾഡൻ അഡ്വൈസ്? ഗോൾഡൻ ആണ് അഡ്വൈസ് കൊടുക്കുക. അഡ്വൈസ് പോലും അല്ല, ഐ ടെൽ യു മൈ ഒപ്പീനിയൻ. മോർ ലൈക്ക് എൻ ഒപ്പീനിയൻ. മൈ റീഡിങ് കഴിഞ്ഞ ഒരു 3.5 വർഷമായിട്ട് സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്നുകൊണ്ടുള്ള എൻ്റെ ഒരു റീഡിങ് ഞാൻ പറയാം. ഐഡിയാസ് ആർ ഡയമണ്ട് എസ്. എല്ലാവർക്കും ഒരു ആശയമുണ്ട്. ഓക്കെ, ഇൻ എ വേൾഡ് ഓഫ് തിങ്കേഴ്സ് ആൻഡ് ഡൂവേഴ്സ്, the number of thinkers are increasing and doers are reducing. My advice is, if you want to do. Because you have passion to do it, you will do it. If you don't have the passion to do it, you will go after someone trying to get money, any passivity. If you want to do, that everything else will come. ഞാൻ ചെയ്തു തുടങ്ങണം ആദ്യമേ. കാശ് കിട്ടിയിട്ട് ഞാൻ ചെയ്തു തുടങ്ങാമെന്നൊന്നും പറഞ്ഞിരിക്കരുത്. ഞാൻ ചെയ്തു തുടങ്ങുക. കാശൊക്കെ പതുക്കെ വരും, ആൾക്കാർ വരും, ഒരു എക്കോസിസ്റ്റം ഫോം ചെയ്ത് വരും നിങ്ങളുടെ ചുറ്റും. സോ ഡോണ്ട് ജസ്റ്റ് കീപ് യുവർസെൽഫ് ആസ് എ തിങ്കർ, ബി എ ഡൂവർ. ആൻഡ് വെൻ യു ഡു, യു ലേൺ. ആൻഡ് വെൻ യു ലേൺ, യു ബിക്കം വാല്യൂ. So as we started, that was definitely a golden 20 minutes with the CEO of Kerala Startup Mission. Thank you so much, sir, for being with us. It's a pleasure. Thank you so much. Please.